Hi friends, welcome to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അംബർല സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഫുൾ അംബർലയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പം നമ്മളുടെ ബെൽറ്റ്, അതായത് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അത് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. അതാണ് ഇവിടെ നമ്മൾ 40 മൈനസ് 2 അപ്പോൾ 38, അതാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ തുണി നമ്മൾ എപ്പോഴും 4ആക്കി മടക്കിയിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാൻ. പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട്, ഇത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഏത് ആളുകൾക്കും എത്രയാണോ മെഷർമെൻറ്റ് ബൈ 8, അതായത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എത്രയാണോ നിങ്ങൾക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നത് ബൈ 8 കണ്ടാൽ മതി. ഇത് ചെറിയ കുട്ടി തൊട്ടിട്ട് വലിയ ആളുകൾ വരെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 40 ബൈ 8 കാണുക. അപ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാം. പേപ്പർ നമ്മൾ 4ആക്കി മടക്കണം. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ അംബർല സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മൾ എല്ലാ സൈഡും ഫോൾഡായിട്ടുള്ള രീതിയിലായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 സൈഡിലും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ചുകൾ വരില്ല. അപ്പോൾ നമുക്ക് വലിയ ആളുകൾക്കാവുമ്പം എന്താ വെച്ചാൽ നമുക്ക് തുണി അങ്ങനെ കിട്ടില്ല, ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത്. ഇനി ഞാനിപ്പോൾ തുണി 4ആക്കി മടക്കിയിട്ടുണ്ട്. നമുക്ക് മെഷർമെൻ്റ് എടുക്കണം. കണ്ടോ, ഇങ്ങനെ 4ആക്കി മടക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് ഈ ഒരു കോണിൽ നിന്ന് താഴത്തേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ മാർക്ക് ചെയ്ത് നമുക്ക് 5 കിട്ടിയ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മളുടെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 40 ആയിരുന്നു. 40 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് 38 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ 38 നമ്മൾ ഇങ്ങനെ ഈ കോണിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് നമുക്ക് തുണി തികയില്ല. കണ്ടോ, ഇങ്ങനെ തുണി തികയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾക്ക് ഈ ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതായത് വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ജോയിൻ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഈ ഒരു തുണി ആയാലും 4 മടക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് 38 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. 38 മാത്രം പോരാ, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം വെട്ടാൻ. നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണ്ടേ, ഈ തുണികൾ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുമ്പം 1/2 ഇഞ്ചിൻ്റെ വിധത്തിൽ കയറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ മെഷർമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വീതി കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു. അപ്പോൾ നല്ല വശം കൂടി വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഈ ഒരു തുണി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പിന്നുന്ന തുണിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഓവർലോക്ക് ചെയ്യും വേണം. പിന്നെ ഇതൊന്ന് നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം തൊട്ടിട്ട് ലെങ്ത്ത് വരെ നല്ല വശം കൂടി വെച്ചിട്ട് ചീത്ത വശത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സ്റ്റിച്ചിങ്ങിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക ജോയിൻ ചെയ്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ലൈനിങ് ക്രേപ്പിൻ്റെ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ, അതായത് സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് നമ്മളുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം പ്ലേസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടുന്ന്, അതായത് വേസ്റ്റിൻ്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ആർച്ച് ഷേപ്പിൽ. ഇനി നമ്മൾ ബെൽറ്റാണ് കട്ട് ചെയ്യേണ്ടത്. ബെൽറ്റ് കട്ട് ചെയ്യാൻ നമ്മളുടെ വേസ്റ്റിൻ്റെ പകുതി എടുക്കുക, അതായത് 20 എടുക്കുക. അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് തികയാത്തതുകൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ വെടുത്ത് എന്ന് പറയുന്നത് നമുക്ക് തയ്ച്ചിട്ട് 2 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5 എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. നമ്മളുടെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണം. പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡീറ്റെയിൽഡായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്കേർട്ട്. ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ബോർഡർ കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയും ഫ്ലെയർ നമുക്ക് കിട്ടും. 4 മീറ്റർ തുണി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.